ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. കലാവാസനയുടെയും ശരീരകാന്തിയുടെയും വാക്സാമർത്ഥ്യത്തിൻ്റെയും വിദ്യയുടെയും ഗണിതത്തിൻ്റെയും കാരകനും ഗ്രഹങ്ങളിൽ വെച്ച് യുവരാജാവെന്നറിയപ്പെടുന്ന ഗ്രഹവുമായ ബുധൻ 2025 ഫെബ്രുവരി 27 രാത്രി 11:40 ശനിക്ഷേത്രമായ കുംഭൻ രാശിയിൽ നിന്നും ഗുരുക്ഷേത്രമായ മീനൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. ബുധന് മീനൻ രാശി നീചരാശിയാണ്. ആയതിനാൽ ബുധൻ മീനൻ രാശിയിൽ നീചഭംഗ രാജയോഗത്തോടു കൂടിയാണ് 2025 മെയ് 7 വരെ സ്ഥിതി ചെയ്യുന്നത്. ഒരു ജാതകന് തൻ്റെ ജാതകത്തിൽ നീചഭംഗ രാജയോഗമുണ്ടെങ്കിൽ ആ ജാതകൻ ധാർമ്മികനായ ഒരു ചക്രവർത്തിക്ക് സമം ഉന്നത ഭാഗ്യാദികളും പദവികളും ഉള്ളവനായിരിക്കും. വലിയ ഉദ്യോഗലബ്ധികളും സ്ഥാനമാനാദി പദവികളും ഉള്ളവരുടെ ജാതകം പരിശോധിച്ചാൽ അവർക്ക് നീചഭംഗ രാജയോഗം ഉള്ളതായി കാണാം. ഇവർക്ക് വിദേശയോഗവും ഉണ്ടാകാം. ഇങ്ങനെയുള്ള ബുധനാണ് 2025 ഫെബ്രുവരി 27 മീനൻ രാശിയിലേക്ക് രാശിമാറ്റം നടത്തുന്നത്. ഈ രാശിമാറ്റം രാശിചക്രത്തിലെ പല രാശിക്കാർക്കും രാജയോഗപ്രദമായ അനുഭവങ്ങൾ നൽകും. ചന്ദ്രക്കൂറിൻ്റെ 2, 4, 6, 8, 10, 11 എന്നീ രാശികളിലൂടെ ബുധൻ സഞ്ചരിക്കുന്ന സമയം മേൽപ്പറഞ്ഞ ഭാഗ്യാദികൾ ആ രാശിക്കാർക്ക് ബുധൻ നൽകും. ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ ഭാഗ്യങ്ങൾ അനുഭവത്തിൽ വരുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി ഇടവൻ രാശി. കാർത്തിക മുക്ക, രോഹിണി, മകയിരമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവൻ രാശി. ഇടവൻ രാശിയുടെ 2ഉം 5ഉം ഭാവാധിപനായ ബുധൻ നിലവിൽ ഇടവത്തിൻ്റെ 11ാം ഭാവത്തിലൂടെയാണ് നീചഭംഗ രാജയോഗത്തോടുകൂടി സഞ്ചരിക്കുന്നത്. ലാഭത്തിൻ്റെയും ഇഷ്ടസാധ്യങ്ങളുടെയും ഭാവമായ 11ാം ഭാവത്തിൽ നീചഭംഗ രാജയോഗത്തോടുകൂടി നിൽക്കുന്ന ബുധൻ ആരോഗ്യവും പ്രശംസയും സുഖവും ധനാഗമവും ബന്ധുസ്നേഹവും നൽകും. തൊഴിൽ സ്ഥലത്തെ അംഗീകാരങ്ങളും അധികാരങ്ങളും ലഭിക്കും. ധനവരവിന് പല വഴികളും തുറന്നു കിട്ടും. അകന്നിരുന്ന ബന്ധുക്കൾ സ്നേഹത്തിലാകും. ധനസ്ഥാനാധിപൻ കൂടിയായ ബുധൻ ധനവരവ് ഉയർത്തും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉയർച്ചയുണ്ടാകും. നല്ല സുഹൃത്തുക്കളെ ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല സാലറി ലഭിക്കുന്ന തൊഴിൽ ലഭിക്കും. പൂർവിക ധനം കയ്യിൽ വന്നു ചേരും. 5ാം ഭാവത്തിൻ്റെ അധിപൻ കൂടിയായ ബുധൻ സന്താനങ്ങൾക്ക് ശുഭഫലങ്ങൾ നൽകും. കുട്ടികൾക്ക് മനസ്സുഖവും ജ്ഞാനവും കൂടുന്ന സമയമാണ്. മുതിർന്നവർക്ക് കളത്രപുത്രാദികളുമായി സുഖജീവിതം നയിക്കാൻ കഴിയും. വളർന്ന മക്കളിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന സമയമാണ്. പൊതുവെ ധനവരവും സന്തോഷവുമായിരിക്കും ഫലം. അടുത്തതായി മിഥുനൻ രാശി. മകയിരമര, തിരുവാതിര, പുണർതം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനൻ രാശി. ജന്മരാശി അധിപനും 4ാം ഭാവാധിപനുമായ ബുധൻ മിഥുനൻ രാശിയുടെ 10ാം ഭാവത്തിലൂടെ രാജയോഗത്തോടു കൂടിയാണ് സഞ്ചരിക്കുന്നത്. 10ാം ഭാവത്തിൽ ഉച്ചനായ ശുക്രനോട് യോഗം ചെയ്താണ് ബുധൻ സ്ഥിതി ചെയ്യുന്നത്. ബുധൻ്റെ നീചഭംഗ രാജയോഗവും ശുക്രൻ്റെ മാളവീയ രാജയോഗവും നൽകുന്ന അനുഗ്രഹങ്ങൾ മിഥുനൻ രാശിക്കാർക്ക് ഈ സമയത്തെ വളരെ കൂടുതലായി ലഭിക്കും. കർമ്മരംഗത്തുള്ള ബുധൻ്റെ ഈ സ്ഥിതി കർമ്മരംഗത്തെ പുതിയ സ്ഥാനമാനങ്ങളും ശത്രുക്കളുടെ പരാജയവും പ്രശംസയും ധനാഗമവും നൽകും. ഉദ്യോഗാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന തൊഴിൽ ലഭിക്കും. കർമ്മം, വ്യാപാരം, വിദ്യ, വിജ്ഞാനം, കൃഷി, ഭൂഷണവസ്തുക്കൾ എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണല്ലോ 10ാം ഭാവം. ബുധൻ്റെ ഈ സഞ്ചാരം മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം പുരോഗതി ഉണ്ടാകും. കൃഷിയിൽ നിന്ന് വ്യാപാരത്തിൽ നിന്നും വൻപിച്ച നേട്ടങ്ങൾ ലഭിക്കും. 4ാം ഭാവാധിപൻ കൂടിയായ ബുധൻ മാതൃസ്നേഹവും മാതാവിൽ നിന്ന് ആനുകൂല്യങ്ങളും നൽകുന്നു. ഭൂമി, വീട്, വാഹനം എന്നിവയുടെ ലബ്ധിയും പ്രതീക്ഷിക്കാം. ജന്മരാശ്യാധിപൻ കൂടിയായ ബുധൻ സൗന്ദര്യവും ആരോഗ്യവും ജ്ഞാനവും വർദ്ധിപ്പിക്കുന്ന സമയമാണ്. പൊതുവെ ദേഹസുഖവും കുടുംബസുഖവും ധനധാന്യ സമൃദ്ധിയുമാണ് ബുധൻ മിഥുനൻ രാശിക്കാർക്ക് ഈ സമയത്ത് നൽകുന്നത്. അടുത്തതായി ചിങ്ങൻ രാശി. മകം, പൂരം, ഉത്തരങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങൻ രാശി. ചിങ്ങത്തിൻ്റെ 11ഉം 2ഉം ഭാവാധിപനാണ് ബുധൻ. ഇപ്പോൾ സഞ്ചരിക്കുന്നത് ചിങ്ങൻ രാശിയുടെ 8ാം ഭാവത്തിലൂടെയാണ്. ആയുസ്സിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഭാവമായ 8ാം ഭാവത്തിലൂടെ ബുധൻ രാജയോഗപ്രദനായി സഞ്ചരിക്കുമ്പോൾ
ആരോഗ്യം പുഷ്ടിപ്പെടും. വ്യാപാരത്തിൽ വൻപിച്ച നേട്ടങ്ങളും പ്രസിദ്ധിയും പ്രതാപവും ലഭിക്കുന്ന സമയമാണ്. സർവരാലും ആദരവും വിദ്യ കൊണ്ട് കീർത്തിയും ലഭിക്കും. സാഹിത്യത്തിൽ അഭിരുചി കൂടും. വിദ്യാർത്ഥികൾക്ക് വളരെ മെച്ചമായ സമയമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ദണ്ഡനാധികാരമുള്ള ജോലി ലഭിക്കാൻ സാധ്യതയുള്ള സമയം കൂടിയാണ്. ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കും. മോശപ്പെട്ട ആരോപണങ്ങളിൽ നിന്നും രക്ഷപ്പെടും. കേസ് വഴക്കുകൾക്ക് തീർപ്പുണ്ടാകും. ജ്യേഷ്ഠന്മാരുടെ സ്നേഹം ലഭിക്കും. മക്കളുടെ നടക്കാതിരുന്ന വിവാഹങ്ങൾ നടക്കും. മക്കളുടെ ഉയർച്ച കണ്ട് സന്തോഷിക്കാൻ കഴിയും. ഏത് പ്രവർത്തനങ്ങളിൽ ലാഭം പ്രതീക്ഷിക്കാം. കടം കൊടുത്തിരുന്ന പണം തിരികെ ലഭിക്കും. റിയൽ എസ്റ്റേറ്റുകാർക്ക് സമയം വളരെ നല്ലതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് പദവികളും വരുമാനവും കൂടും. ബിസിനസ്സുകാർക്ക് വരുമാനം വർദ്ധിക്കുന്ന സമയമാണ്. വസ്തു വാങ്ങാനും വിൽക്കാനും പറ്റിയ സമയമാണ്. എല്ലാ കാര്യങ്ങളിലും വിജയവും ലാഭവും ഉണ്ടാകും. അങ്ങനെ കുടുംബത്തിൽ സന്തോഷം നിറഞ്ഞു നിൽക്കും. അടുത്തതായി തുലാം രാശി. ചിത്തിരേര, ചോതി, വിശാഖം, മൂക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് തുലാം രാശി. തുലാം രാശിയുടെ 12ഉം 9ഉം ഭാവാധിപനാണ് ബുധൻ. ഇപ്പോൾ തുലാമിൻ്റെ 6ാം ഭാവത്തിലൂടെയാണ് ബുധൻ സഞ്ചരിക്കുന്നത്. ആധി, വ്യാധി, ശത്രുക്കൾ, കള്ളന്മാർ എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണല്ലോ 6ാം ഭാവം. ഈ സമയത്ത് ശത്രുക്കൾ നിശേഷമില്ലാതാകും. രോഗികളായി കിടന്നവർക്ക് നല്ല ആശ്വാസവും ആരോഗ്യവും ലഭിക്കും. രോഗികൾക്ക് ഈ സമയത്ത് ചികിത്സ നൽകിയാൽ അത് വലിയ വിജയമായിരിക്കും. ഏത് കാര്യങ്ങളിലും വിജയമുണ്ടാകുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും മത്സര പരീക്ഷകളിൽ വിജയം ലഭിക്കും. ഗവൺമെൻറ്റിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന സമയമാണ്. സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകുന്ന സമയം കൂടിയാണ്. പൂർവിക സ്വത്ത് ലഭിക്കും. ധനലാഭവും വസ്ത്രം, ആഭരണം എന്നിവയുടെ ലബ്ധിയും ഉണ്ടാകും. ഈ സമയത്ത് ഗ്രന്ഥപാരായണത്തിൽ താല്പര്യം കൂടും. എഴുത്തുകാർക്ക് പുതിയ കൃതികൾ ഉണ്ടാക്കാൻ കഴിയും. 9ാം ഭാവാധിപൻ കൂടിയായ ബുധൻ ഏത് കാര്യങ്ങളിലും ഭാഗ്യം നൽകും. ഗുരുക്കന്മാരുടെയും പിതാവിൻ്റെയും അനുഗ്രഹം ലഭിക്കുന്ന സമയമാണ്. മക്കളെ കൊണ്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. അങ്ങനെ കുടുംബത്തിൽ സന്തോഷപ്രദമായ ഒരന്തരീക്ഷമായിരിക്കും ഈ സമയത്ത് ഉണ്ടാകുക. അടുത്തതായി ധനുരാശി. മൂലം, പൂരാടം, ഉത്തരാടങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനുരാശി. ബുധൻ ധനുരാശിയുടെ 7ഉം 10ഉം ഭാവാധിപനാണ്. ഇപ്പോൾ സഞ്ചരിക്കുന്നത് ധനുവിൻ്റെ 4ാം ഭാവത്തിലൂടെയാണ്. മാതാവേ, വാഹനം, വീട്, സുഖാവസ്ഥ, ബന്ധുക്കൾ എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണല്ലോ 4ാം ഭാവം. മാതാവിൽ നിന്ന് ആനുകൂല്യങ്ങളും സ്നേഹവും ലഭിക്കും. വാഹനം, വീട് എന്നിവ അധീനതയിൽ വരും. പുതിയ വീട് പണിയുന്നവർക്ക് പെട്ടെന്ന് പണി തീർക്കാൻ കഴിയും. കൃഷിയിൽ നിന്ന് ആദായം ലഭിക്കും. ആഗ്രഹിക്കുന്ന ഭൂമി വാങ്ങാൻ കഴിയും. മാനസികമായി വളരെ സുഖം അനുഭവത്തിൽ വരുന്ന സമയമാണ്. ബന്ധുക്കളുടെ സ്നേഹം ലഭിക്കും. 7ാം ഭാവാധിപനായ ബുധൻ ദാമ്പത്യ സുഖത്തെ സൂചിപ്പിക്കുന്നു. ബിസിനസ്സിൽ വൻപിച്ച നേട്ടങ്ങൾ ഉണ്ടാകും. പുതിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ സമയമാണ്. വർഷങ്ങളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടക്കും. 10ാം ഭാവാധിപനായ ബുധൻ കർമ്മരംഗത്ത് നേട്ടങ്ങളും പദവികളും വരുമാനങ്ങളും കൂട്ടും. തൊഴിൽ സ്ഥലത്ത് സ്നേഹിതരുടെ പ്രോത്സാഹനം ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്കും സമയം മെച്ചമാണ്. വിവാഹിതരാകാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് തടസ്സങ്ങൾ മാറിക്കിട്ടും. വീട്, ഭൂമി, വാഹനം എന്നിവ വിൽക്കാനോ വാങ്ങാനോ പറ്റിയ സമയമാണ്. കുടുംബസ്വത്തും ലഭിക്കും. പൊതുവെ മനസ്സുഖവും ധനവരവും ആണ് പ്രതീക്ഷിക്കേണ്ടത്. അടുത്തതായി കുംഭൻ രാശി. അവിട്ടമര, ചതയം, പൂരിട്ടാതി, മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കുംഭൻ രാശി. കുംഭൻ രാശിയുടെ 5ഉം 8ഉം ഭാവാധിപനായ ബുധൻ ഇപ്പോൾ കുംഭൻ രാശിയുടെ 2ാം ഭാവത്തിലൂടെയാണ് രാജയോഗപ്രദനായി സഞ്ചരിക്കുന്നത്. വാക്കിൻ്റെയും ധനത്തിൻ്റെയും സ്ഥാനമായ 2ാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുന്ന സമയം നല്ല ആൾക്കാരുമായുള്ള സഹകരണം, സന്തോഷം, ധനവർദ്ധനവ് ഇവയുണ്ടാകും. ആഭരണങ്ങളും വസ്ത്രങ്ങളും അപ്രതീക്ഷിതമായി കയ്യിൽ വന്നു ചേരും. സംസാരം തൊഴിലാക്കിയവർക്ക് വളരെ അനുകൂലമായ സമയമാണ്. അഡ്വക്കേറ്റ്സ്, രാഷ്ട്രീയക്കാർ, മീഡിയയിൽ പ്രവർത്തിക്കുന്നവർ എന്നിവർക്ക് സമയം വളരെ മെച്ചമാണ്. അവർക്ക് സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതിയും മത്സര പരീക്ഷകളിൽ വലിയ വിജയവും ലഭിക്കും. ബന്ധുക്കളുടെ സ്നേഹവും ആരോഗ്യവും പ്രശംസയും ഈ സമയത്ത് കൂടുതലായി ലഭിക്കും.
ബുധൻ 5-ാം ഭാവാധിപൻ കൂടിയായതുകൊണ്ട് പ്രണയിക്കുന്നവർക്കും സമയം നല്ലതാണ്. മക്കളുടെ എല്ലാ കാര്യങ്ങളിലും പുരോഗതി ഉണ്ടാകും. 8-ാം ഭാവാധിപൻ കൂടിയായ ബുധൻ ആരോഗ്യത്തെ പുഷ്ടിപ്പെടുത്തും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും. പൊതുവെ സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും ഈ സമയത്തെ കുംഭൻ രാശിക്കാർക്ക് ലഭിക്കുന്നത്. 7.5 ശനിയിൽ നിന്നും കുറച്ച് ആശ്വാസം ലഭിക്കും. മുകളിൽ പറഞ്ഞ 6 രാശിക്കാർക്കാണ് ബുധൻ്റെ മീനൻ രാശിയിലേക്കുള്ള രാശിമാറ്റത്തിൻ്റെ ഫലമായി നീചഭംഗ രാജയോഗ ഫലങ്ങൾ ലഭിക്കുന്നത്. മറ്റുള്ള രാശിക്കാർ ശ്രീകൃഷ്ണ ഭഗവാന്റെ കീർത്തനങ്ങൾ നിത്യവും ജപിക്കുകയും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുക. നിങ്ങളെ ഭഗവാൻ അനുഗ്രഹിക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.